Hello dear students, welcome to Prerna. In this class, we're going to discuss about the Anglo-Maratha Wars. Anglo-Maratha Wars. Now, why the Anglo-Maratha Wars? We have by now discussed quite a number of wars that the British waged in India. The Battle of Plassey, the Battle of Buxar, then the Anglo-Mysorean Wars, the Carnatic Wars. Now, this is about the northwestern part of India, about the Maratha Confederacy, the present-day Maharashtra, the neighboring areas, etc. So it is about this area that we are going to discuss. You could see how the British were interested in making the Maratha territory also a part of their empire, and they were working on that. That's what we understand. Okay, now let us see how many Maratha wars were there. There were three in number. Anglo-Maratha wars were three in number. It was fought between the British East India Company and the Maratha Empire on the other side. Okay, Maratha Empire, otherwise you can call it as Maratha Confederacy. അപ്പം ഈ മറാഠ എംപയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഛത്രപതി ശിവാജി കണ്ടുപിടിച്ചു. അതിനുശേഷം ഛത്രപതിയുടെ സ്വാധീനം കുറയുകയും മന്ത്രിമാരായ പേഷ്വാസ് അധികാരത്തിൽ വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ ബാജിറാവ് മസ്താനി എന്ന് പറയുന്ന ഒരു ഫിലിം നിങ്ങൾ കണ്ടു. അതിൽ പേഷ്വാസിന്റെ കഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. മിനിസ്റ്റേഴ്സ് ആണ്, പക്ഷെ അതേവേദ ഡി ഫാക്ടോ റൂളേഴ്സ്. അപ്പോൾ അവരുമായിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ കമ്പനി കൊമ്പ് ഓർക്കുന്നത് കാണുന്നത്. ഓക്കെ, നൗ ഹൗ മെനി വേർ ദേർ? ത്രീ. Which were the first Anglo-Maratha war? Year ശ്രദ്ധിക്കുക, 1775 to 82. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഒരു പീസ് ഉണ്ട്, ഒരു സമാധാനം. പിന്നെ സെക്കൻഡ് ആംഗ്ലോ-മറാഠ വാർ 1803, 1805. ഓക്കെ, പിന്നെയുള്ളത് മൂന്നാമത്തത് ഫൈനൽ വൺ, ദാറ്റ് ഈസ് ദ തേർഡ് ആംഗ്ലോ-മറാഠ വാർ 1817, 1818. അപ്പം 1775 എന്നൊക്കെ പറയുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം മൈസൂറിയൻ ടെറിട്ടറിയും ഒന്നും ഇവരുടെ കൈവശമായിട്ടില്ല ബ്രിട്ടീഷുകാരുടെ. സോ ഐ എം ഗോയിങ് ടു ഷോ യു എ മാപ്പ് ഹിയർ. സീ ഇൻ ദിസ് മാപ്പ് യു ക്യാൻ സീ ദ മറാഠ കോൺഫെഡറസി. ദ ഏരിയ മാർക്ഡ് ഇൻ പിങ്ക് ഇസ് ബ്രിട്ടീഷ് എംപയർ. അപ്പോൾ ഇത് എന്തുകൊണ്ട് മൈസൂർ ഇതില്ലാത്ത പിങ്ക് അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സമയം മൈസൂറും ഈ ഒരു ഇവരുടെ കൈവശം വന്നിട്ടില്ല. കാരണം ടിപ്പു മരണപ്പെടുന്നത് 1799 അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മറാഠ ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് ദേ വേർ ഇൻ ഫാക്ട് ഇൻട്രസ്റ്റഡ് ടു കോൺകർ മറാഠ എംപയർ ആൻഡ് ആസ് വെൽ ആസ് മൈസൂറിയൻ എംപയർ. സോ യു ക്യാൻ സീ എ ഹ്യൂജ് ഏരിയ. ഇതിനിടയിൽ ഹൈദരാബാദ് നൈസാമിൻ്റെ ടെറിട്ടറി വേറെ ഉണ്ട് കേട്ടോ. മറാഠ കോൺഫെഡറസി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഏരിയ നമുക്ക് കാണാൻ പറ്റും, നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. സോ ഇതിനകത്ത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ നൈസാം ആയാലും മറാഠാസ് ആയാലും ചില ഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരെ കൂടെ നിന്നിട്ടുണ്ട്. ടിപ്പുവിനെ അങ്ങനെയാണ് അവരില്ലാതാക്കിയത്. അപ്പോൾ മറാഠാസിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഒരു കാണുന്ന ഏരിയ മുഴുവനും അവരുടെ കൈവശം എപ്പോഴും ഇല്ല, അതിനകത്ത് എപ്പോഴും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറാഠ കോൺഫെഡറസി വാസ് എ ലൂസ്ലി നിറ്റ് കോൺഫെഡറസി. ഓക്കെ, ഐ എക്സ്പ്ലെയിൻ ദാറ്റ് ലേറ്റർ. Okay, now you have to know that in this lab are given here the title the Peshwas. Now the British fought against the Peshwas during these wars. Who were the Peshwas? അപ്പം ശിവാജിയുടെ കാലഘട്ടത്തിൽ there were rulers. ഛത്രപതി എന്ന പേരിലാണ് റൂളേഴ്സ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ശിവാജിയുടെ മരണത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ ഡിസെൻഡൻസ് they were not very strong. ആ സമയത്ത് മിനിസ്റ്റേഴ്സ് became more powerful. അപ്പം ചിത്തപ്പവൻ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന വിഭാഗമാണ് ഈ പേഷ്വാസ്. ചിത്തപ്പവൻ ബ്രാഹ്മിൻസ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവർ പിന്നെ രാജാവിനെ സഹായിക്കാൻ തുടങ്ങി. രാജാവ് വീക്ക് ആവുന്ന സമയത്ത് ദേ അസേർട്ടഡ് ദെയർ പവർ ആൻഡ് ഇറ്റ് റീച്ച്ഡ് എ പോയിന്റ് വെയർ ദേ ബിക്കെയിം ദ ഡി ഫാക്ടോ റൂളേഴ്സ് ഓഫ് മറാഠ കോൺഫെഡറസി, മറാഠ ഏരിയ, സൈഡ് ലൈനിങ് ദ റൂളർ. ഇപ്പോൾ നമ്മൾ ബാജിറാവ് മസ്താനിയിൽ കാണും, യു നോ ലൈക്ക് ഹൗ ദ പേഷ്വാസ് വെർ സോ പ്രൊമിനൻറ്റ് ആൻഡ് ദ റൂളർ ഡിഡ് നോട്ട് ഹാവ് മച്ച് സേ. സോ മറാഠ കോൺഫെഡറസി എന്ന് പറയുന്ന സംഭവം ഇതിൽ കുറേ പേരുണ്ട് കേട്ടോ. സിന്ധ്യാസ്, ഹോൾക്കർസ്, ഭോൺസ്ലേസ്. ഇതിൽ ഏറ്റവും പ്രധാനികൾ പേഷ്വാസാണ്. ദേ വേർ ദ descendants of group known as Chittapan Brahmins who helped Shivaji at the time of rule, and also his descendants, and later they became the real de facto kind of rulers of Marathas area. Okay, so that is about the Peshwas. അപ്പോൾ അവരെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നത്. Now the first Anglo-Maratha war 1775-82. So this was fought between the company and the Maratha Empire. ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു അനന്തരാവകാശ തർക്കത്തിൻ്റെ ഭാഗമായിട്ട്
പേഷ്വാ ടെറിട്ടറിയിൽ ബ്രിട്ടീഷുകാർ ഇടപെടുകയാണ് കാണുന്നത്. അതായത് ആരാണ് സിംഹാസനം ഇരിക്കേണ്ടതെന്ന് ചൊല്ലിയിട്ടുള്ള കോർട്ട് തമ്മിലുള്ള പല പ്രശ്നങ്ങളിൽ നമ്മളിവിടെ കാണുന്നത് എങ്ങനെയാണ് എന്നിട്ട് ഇടപെടലുകളാണ്. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ഇറ്റ് ബിഗാൻ വിത്ത് ദ ട്രീറ്റി ഓഫ് സൂറത്ത്. അങ്ങനെ ഇത് കുറച്ച് വർഷകാലം നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, ഈ 1782 വരെ. എന്നിട്ട് അത് ട്രീറ്റി ഓഫ് സാൽഭായ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഒരു സമയത്തൊക്കെ താല്പര്യം ഉള്ളത് ഒരു കാര്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും മറാഠാസിനെ തോൽപ്പിക്കണം, ഈ ഒരു ഏരിയ അവരുടെ കൈവശം വരുത്തണമെന്നാണ്. അപ്പം എന്തായാലും ഈ ഫസ്റ്റ് മറാഠ വാർ ശരിക്കും ബ്രിട്ടീഷുകാർക്ക് ഒരു ജയം കൊടുക്കുന്നില്ല. ഇറ്റ് എൻഡഡ് വിത്ത് ദ മറാഠ വിക്ടറി. അപ്പം ട്രീറ്റി ഓഫ് സാൽബായ് നിങ്ങൾ എന്താണെന്ന് അറിയണം. ഇറ്റ് വാസ് സൈൻഡ് ഇൻ 1782. ഹേസ്റ്റിങ്സും നാനാ ഫട്നാവിസും ഫ്രം ദ മറാഠ സൈഡ് ഇറ്റ് വാസ് നാനാ ഫട്നാവിസ്. ബ്രിട്ടീഷ് സൈഡിൽ ലോർഡ് ഹേസ്റ്റിങ്സ്, ഇവർ തമ്മിലാണ് ഇത് സൈൻ ചെയ്യുന്നത്. ഇത് പറയുന്നത് ഗോ ബാക്ക് ടു ദ സ്റ്റേറ്റസ് കോ എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റസ് കോ എന്ന് പറയുമ്പോൾ യുദ്ധം തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ പിടിച്ചടക്കിയ പ്രദേശങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പം ഒരു കൈൻഡ് ഓഫ് supremacy of the Maratha can be seen at the end of the First Maratha War. It established peace between company and Marathas. ഒരു 20 വർഷക്കാലത്തേക്ക് ഒരു സമാധാന ഉടമ്പടി പോലെയാണ് ട്രീറ്റി ഓഫ് സാൽഭായ് കാണുന്നത്. അപ്പോൾ ആ പ്രദേശം ഒരു സ്ഥലമാണ് സാൽഭായ്. ട്രീറ്റി ഓഫ് സാൽഭായ് ended the first Anglo Maratha War. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ആംഗ്ലോ മറാഠ വാറിനെ പറ്റി പറയുന്നത് ഒരു 10-20 വർഷ സമയമുണ്ട്. ഈ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറാഠാസ് എന്ന് പറയുന്നത് പേഷ്വാസ് മാത്രമായിരുന്നില്ല, there were other groups also. Together you can call them as the Maratha Confederacy. Maratha Confederacy on one side and British East India Company on the other. Now why do I say Maratha Confederacy? It was a loosely knit bond. നിറ്റിങ് അറിയുന്നവർക്കറിയാം, ക്ലോസ്ലി നിറ്റ് ചെയ്യാൻ നമുക്ക് ലൂസ്ലി നിറ്റ് ചെയ്യാം. ലൂസ്ലി നിറ്റ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ക്ലോസ്ലി ആകുമ്പോൾ അടുപ്പിച്ച് നമ്മൾ ഫാമിലി പറ്റും ക്ലോസ്ലി നിറ്റ് ഗ്രൂപ്പ് എന്ന് പറയും. ഇവിടെ ലൂസ്ലി നിറ്റ് എന്ന് പറയുമ്പോൾ അവരൊരു യൂണിറ്റായി നിലകൊണ്ട്, പക്ഷെ അവർ ചിലപ്പോൾ ബ്രിട്ടീഷുകാരെ കൂടെ നിന്നേക്കാം, ചിലപ്പം വേറെ ആരുടെയും കൂടെ നിന്നേക്കാം. അപ്പോൾ അതൊന്നും ഉറപ്പ് ടെമ്പററി ആയിട്ട് അവർ ചിലപ്പം അവരുടെ ജയത്തിന് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ലൂസ്ലി നിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മറാഠ കോൺഫെഡറസി. So in this slide you can see the Second Maratha War in fact had the participation of the Maratha Confederacy. You have to remember these names. It was headed of course by the Peshwas, the Prime Ministers. അവരുടെ ക്യാപിറ്റൽ പൂനെയിലാണ്. ഇനി അത് കൂടാതെ ഏതൊക്കെയായിരുന്നു ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഗേക്വാദ്സ്, ബറോഡ ആസ്ഥാനമാക്കിയിട്ട് ഗേക്വാദ്സ്, സിന്ധ്യാസ് ഗ്വാളിയർ, ഹോൾക്കർസ് ഇൻഡോർ, ബോൺസ്ലെ ഓഫ് നാഗ്പൂർ. അപ്പോൾ ഈ 5 പേരും കൂടിയിട്ടാണ് മറാഠ കോൺഫെഡറസി. ഏതൊക്കെയാണ്? പേഷ്വാസ് ഓഫ് പൂനെ, ഗേക്വാദ്സ് ഓഫ് ബറോഡ, സിന്ധ്യാസ് ഓഫ് ഗ്വാളിയർ, ഹോൾക്കർ ഓഫ് ഇൻഡോർ, Bonsles of Nagpur. You can study these names. Now they were headed by the Peshwas who were headquartered in Pune. Okay. ഇനി അങ്ങനെ യുദ്ധം ഉണ്ടാവുകയാണ്. 2 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഹോൾക്കേഴ്സ് ബ്രിട്ടീഷുകാരെ സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മറാഠ ഫാക്ഷൻ സംടൈംസ് എമേർജ്ഡ് വിക്ടോറിയസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നിരുന്നാലും എൻഡിൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് വിക്ടറിയാണ്. Ended it was a British victory. You can see 3 treaties here: Treaty of Diogan, Treaty of Surji Anjangon, Treaty of Rajkot. ഇതൊക്കെ പല ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരുമായിട്ടൊക്കെ സൈൻ ചെയ്തതുകൊണ്ടാണ് ഇത്ര അധികം ട്രീറ്റീസ് യുദ്ധം അവസാനിക്കാൻ. 5 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നല്ലോ: ട്രീറ്റി ഓഫ് ദിയോഗൻ, ട്രീറ്റി ഓഫ് സുർജി ആൻജൻഗോൺ, ട്രീറ്റി ഓഫ് രാജ്ഘട്ട്. ഓക്കെ, സോ ദാറ്റ് എൻഡഡ് ദ സെക്കൻഡ് മറാഠ വാർ 1805. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് തേർഡ് ആംഗ്ലോ മറാഠ വാർ. അത് സെക്കൻഡ് കഴിഞ്ഞിട്ട് കുറച്ച് സമയമുണ്ട്, 1817. അപ്പോൾ ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും ബ്രിട്ടീഷുകാർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി, അതായത് ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഇവർ തമ്മിൽ ഒരു പക്ഷേ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയുണ്ട്, ഇവർക്ക് തമ്മിൽ അങ്ങനെയൊരു ബന്ധമൊന്നുമില്ല, അപ്പോൾ ഇവരെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പറ്റും എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സമയത്തിന് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ വോണ്ടഡ് ടു ടോട്ടലി വൈപ്പ് ഔട്ട് ദ മറാഠ കോൺഫെഡറസി. അപ്പോൾ ഈ ഒരു കാലമാകുമ്പോഴേക്കും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ മറാഠ ആർമിയിൽ ദേ സ്റ്റാർട്ടഡ് ബൈ ദിസ് ടൈം ഹാഡ് ടേക്കൺ പിണ്ടാരീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ സോൾജിയേഴ്സ് ആക്കി വെക്കാൻ തുടങ്ങി.
I'll show you the Pindaris for you. The Pindari എന്ന് പറയുമ്പോൾ they were like traveling nomads, military plunderers. അതായത് ചിലപ്പോൾ കുതിരപ്പുറത്തൊക്കെ വരും, വളരെ ശക്തന്മാരായ സോൾജേഴ്സാണ്. ചിലപ്പം അവർ റെയ്ഡ് നടത്തിയിട്ട് എല്ലാവരെയും ഒക്കെ പേടിപ്പിച്ച് പൈസയൊക്കെ എടുക്കും. മിലിറ്ററി പ്ലണ്ടേഴ്സ്. അപ്പം when there was shortage of soldiers, ഈ Pindari, since they were very strong and sturdy and brave, they were employed by the Maratha chieftains in their army. അങ്ങനെ അവർക്ക് പിണ്ടാരീസ് എന്ന പേരുണ്ട്. അപ്പോൾ പിണ്ടാരികളെ ഒതുക്കണം എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ മൂന്നാമത്തെ മറാഠ വാർ ഫൈറ്റ് ചെയ്യുന്നത്. They wanted to, because they believed that the Pindaris were creating frictions and tensions. They were finding one reason or the other, one pretext or the other, that they wanted to defeat the Marathas. So they said that the Pindaris were becoming a real menace and real trouble, and they had to be suppressed. അപ്പോൾ ഈ യുദ്ധത്തിന് തേർഡ് ആംഗ്ലോ മറാഠ വാറിന് വേറൊരു പേരും കൂടെ ഉണ്ട്. that it was known as Pindari War, because the British meant that this was a war through which they wanted to suppress the Pindari, the military plunder groups who were supporting the Maratha chieftains. അപ്പോൾ അതിന് പിണ്ടാരി വാർ എന്ന പേരുണ്ട്. അപ്പോൾ പിണ്ടാരീനെ നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. സിന്ധ്യ സപ്പോർട്ട് ചെയ്ത പിണ്ടാരീസ് ഷിൻഡെ ഷാഹി എന്നും ഹോൾക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്തവരെ ഹോൾക്കർ ഷാഹി എന്നും കാണാൻ പറ്റും. ഐ ഗിവൺ യു എ ഫ്യൂ നെയിംസ് ഹിയർ. ദോസ് വേർ ദ പ്രോമിനന്റ് പിണ്ടാരി റൂളേഴ്സ്. അങ്ങനെ ഷിൻഡെ ഷാഹി ആൻഡ് ഹോൾക്കർ ഷാഹി എന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാരുണ്ട് ഈ പിണ്ടാരീസ്. ഓക്കെ, now they were military plunderers, as I told you. അപ്പം ഇവരെ ഇല്ലാതാക്കുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാകുക. ഓക്കെ, ദിസ് ഇസ് എൻ ഇമേജ് ഓഫ് ദ പിണ്ടാരീസ്, ജസ്റ്റ് ടു ബ്രിങ് ടു യുവർ മൈൻഡ്. ഒക്കെ ട്രാവൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യമായ വീടൊന്നുമില്ല, പക്ഷേ ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ യുദ്ധത്തിൽ സോൾജേഴ്സ് ആക്കി എടുത്ത് അവരെന്താ പറയുക, ആരെ വേണമെങ്കിൽ കൊല്ലും. അപ്പോൾ ഇങ്ങനെ കൊട്ടേഷൻ പോലെയുള്ള പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിൽ ജസ്റ്റ് കമ്പയറിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ് പിണ്ടാരീസ്. അപ്പോൾ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരാർക്കും വേണമെങ്കിൽ സർവീസിന് എടുക്കാം. അപ്പോൾ ഇവരെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷ് they were finding a reason for the third Anglo-Maratha war. The reason was to put an end to the Pindari system. അങ്ങനെ 1817 തേർഡ് മറാഠ വാർ തുടങ്ങുകയാണ്, കമ്പനി ആൻഡ് ദ ബ്രിട്ടീഷ് എംപയർ. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈഡ് ബൈ ജനറൽ ഹേസ്റ്റിങ്സ്, ബ്രിട്ടീഷുകാരുടെ സൈഡ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് ആക്രമണം തുടങ്ങുകയാണ് ചെയ്യുന്നിരുന്നത്. എന്നിരുന്നാലും അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പിണ്ടാരീസിനെ ഇല്ലാതാക്കുക. അപ്പോൾ പിണ്ടാരീസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മറാഠാസിന് സോൾജേഴ്സിന് ഷോർട്ടേജ് വരും. അങ്ങനെ ഈ സോൾജേഴ്സിന് ഷോർട്ടേജ് വരുന്ന സമയത്ത് വെരി ഈസിലി ദേ കുഡ് ബി ഡിഫീറ്റഡ്. അങ്ങനെ ഈ യുദ്ധത്തിൽ തേർഡ് ആംഗ്ലോ മറാഠ വാർ എന്താ സംഭവിക്കുന്നത്, ദ മറാഠാസ് വർ ടോട്ടലി ഡിഫീറ്റഡ്. Okay, 1888 the huge area, the Maratha Confederacy, became a part of the British Empire, British Company. അപ്പോൾ എന്തൊക്കെയാണ്, ജനറലി 3 Anglo-Marathas were there. What were the decisive results? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ഡിസൈസീവ് ബ്രിട്ടീഷ് വിക്ടറി. ബ്രിട്ടീഷുകാരുടെ വളരെ കൃത്യമായിട്ടുള്ള ജയം. സംശയമില്ല ആരാണ് ഇവിടെ മുൻതൂക്കമുള്ള ബ്രിട്ടീഷുകാർക്ക്. 1818 ആകുമ്പോൾ ഇറ്റ് എൻഡഡ് ദ പേഷ്വാ റൂൾ, പേഷ്വാ ഭരണം ഇല്ലാതെയായി. ബാക്കിയുള്ള ഒരുപാട് ഗ്രൂപ്പ്സ്, ഇപ്പോൾ സിന്ധെ, ഹോൾക്കർ, ബോസിലെയൊക്കെ ബ്രിട്ടീഷുകാർക്ക് സറണ്ടർ ചെയ്യാണ്. പിന്നെ ഇവർ ചെയ്യുന്നത് ഛത്രപതി എന്ന് പറയുന്ന ടൈറ്റിൽ ഉണ്ടല്ലോ, ടൈറ്റുലർ ഹെഡ്, അത് ബ്രിട്ടീഷുകാർ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈസൂറിൽ ദ വോഡയാർ റൂളർ വാസ് ബ്രോട്ട് ബാക്ക്, ടൈറ്റുലർ ഹെഡ് വാസ് കെപ്റ്റ്. അതേപോലെ തന്നെ ഛത്രപതിനെ കൊണ്ടുവന്നിട്ട് അയാളെ ഇങ്ങനെ, പക്ഷേ യു ആർ ഫുള്ളി അണ്ടർ ആ കൺട്രോൾ എന്നാണ് കമ്പനി പറയുന്നത്. അയാൾക്കൊന്നും ചെയ്യാൻ അധികാരമൊന്നുമില്ല. ഹി വാസ് ഫോഴ്സ് ടു സറണ്ടർ ഹിസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. വെറുതെ ഒരു ടൈറ്റുലർ ഹെഡ്. സോ യു ക്യാൻ സീ ഹൗ ദ കൺട്രോൾ ഓവർ ഇന്ത്യ became more widespread after this Maratha wars. British control, I mean. British control വളരെയധികം എന്താ പറയുക, ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ യു ക്യാൻ സീ ദ മാപ്പ്, എത്ര വലിയ ഏരിയ ആണ്. അപ്പോൾ വലിയൊരു ഏരിയ തന്നെ ബ്രിട്ടീഷുകാരെ കൺട്രോളിലായി. അപ്പോൾ ദിസ് വാസ് ഇൻ ഫാക്ട് എ വാർ. These were sets of wars, in fact, by which British tried to control the northwestern part of India and brought under their control a huge chunk of Indian territory. And they were successful in consolidating their empire in India to a large extent. And that is how the Anglo-Maratha wars were quite successful as far as the British were concerned. It brought in the decisive victory of the British.